ഐൻസ്റ്റീൻ മോഡൽ CV എക്സ്പോണൻഷ്യലിയാണ് ഡിക്രീസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഗോസ് ടു 0 എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ ഐൻസ്റ്റീൻ നമ്മളെടുത്ത ഒരു അസംഷൻ അവിടെ പറഞ്ഞിരുന്നു. ഐൻസ്റ്റീൻ എടുത്തൊരു അസംഷൻ എന്താണ്? നമ്മൾ ആ ഒരു അസംഷൻ യൂസ് ചെയ്തിട്ടാണ് 3n ഇൻറ്റു എന്നൊക്കെ നമ്മൾ എഴുതിയത്. കാരണം എന്താണ് അസംഷൻ ഉണ്ടായിരുന്നത്? എല്ലാ മോഡ് ഓഫ് വൈബ്രേഷൻ്റെയും ഫ്രീക്വൻസി സെയിം ആണ്, അല്ലെങ്കിൽ ഒമേഗ I ആണ് എന്നുള്ള അസംഷനാണ് ഐൻസ്റ്റീൻ എടുത്തത്. ആ ഒരു അസംഷൻ ആയിരിക്കാം പ്രോബ്ലം എന്ന് അസ്യൂം ചെയ്തിട്ട് ഡിബേ പറയുന്ന വേരിയേഷൻ ആണ്. റിയൽ കണ്ടീഷനിൽ എല്ലാത്തിനും സെയിം ഫ്രീക്വൻസി ആയിക്കോളണമെന്നില്ല, ദാറ്റ് മേ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഒരു എറർ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന സാധ്യതയുള്ള ഒരു കണ്ടീഷൻ അതാണ്, എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയിക്കോളണമെന്നില്ല. അപ്പോൾ ഇൻ റിയൽ കണ്ടീഷൻ ഓൾ 3n മോഡ്സ് വിൽ ഹാവ് 3n ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. എല്ലാത്തിനും ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കാനാണ് അധികവും ചാൻസ്. ഓക്കെ, അപ്പോൾ ഡിബേ എന്നിട്ട് കുറച്ച് കൺസിഡറേഷൻസ് എടുക്കുകയാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീഷൻ ഓഫ് ആറ്റംസ് ഇൻ സോളിഡ് ഈസ് നെഗ്ലക്റ്റഡ്. സോളിഡ്സിലുള്ള ഡിഫറെൻറ്റ് ആറ്റങ്ങളെ ഡിസ്ക്രീറ്റ് ചെയ്യുക എന്നുള്ള കണ്ടീഷൻ അദ്ദേഹം നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. ഡിസ്ക്രീഷൻ ഓഫ് ആറ്റംസ് ഈസ് നെഗ്ലക്റ്റഡ്. ആറ്റങ്ങൾ ഡിസ്ക്രീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഡിസ്ക്രീറ്റ്നെസ് എ സോളിഡ് ഈസ് കൺസിഡർഡ് ആസ് എ കണ്ടിന്യൂവസ് ഇലാസ്റ്റിക് മീഡിയം. സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കുറേ ആറ്റങ്ങൾ കൂടിയതാണ്. റിജിഡ് ബോഡിയുടെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അല്ലെ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടാവും, ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഓസിലേഷൻ്റെ സമയത്തും ഇത് ഈക്വലൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യാണ് ആക്ച്വലി ചെയ്യാറ് അല്ലേ. അപ്പോൾ ഡിബേ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഇതൊരു കണ്ടിന്യൂവസ് ഇലാസ്റ്റിക് മീഡിയം ആയിട്ടാണ് ഈ സോളിഡിനെ ഡിബേ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഈച്ച് നോർമൽ മോഡ് ഹാവ് ദ ഫ്രീക്വൻസി ഒമേഗ. എല്ലാ നോർമൽ മോഡിൻ്റെയും ഫ്രീക്വൻസി ഒമേഗയാണെന്ന് അദ്ദേഹം അസ്യൂം ചെയ്യുന്നു. ആൻഡ് കളക്റ്റീവ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ആറ്റംസ്. ഈ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിൻ്റെ വൈബ്രേഷനിൽ ആണ് എന്തൊരു കാരണമാവുന്നത്? സൗണ്ട് വേവ്സിൻ്റെ പ്രൊപ്പഗേഷന് കാരണമാവുന്നതെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൺസിഡറേഷൻസ് ആണ്. ഡിസ്ക്രീറ്റ്നെസ് ഒഴിവാക്കുക, മീഡിയം എന്താണ് ഒരു കണ്ടിന്യൂസ് ഇലാസ്റ്റിക് മീഡിയം ആക്കുക, ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഒമേഗ ആയിട്ട് മാറ്റുക. ആൻഡ് ഈ ആറ്റങ്ങൾ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആണ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യല്ലേ ചെയ്യുക. ഈ വൈബ്രേഷൻസ് കളക്റ്റീവ് വൈബ്രേഷൻസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് റിസൾട്ട്സ് ഇൻ വേവ് പ്രൊപ്പഗേഷൻ. അതാണ് സൗണ്ട് പ്രൊപ്പഗേഷന് കാരണമാവുന്നതെന്നാണ് അദ്ദേഹം അസ്യൂം ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എനർജി ഓഫ് സൗണ്ട് വേവ്സ് അത് എന്താണ്? എനർജി പാക്കറ്റ്സ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോണോൺസ്. ദേ ആർ കൺസിഡർ ടു ബി ഇൻ ദ ഫോം ഓഫ് ഫോണോൺസ്. എനർജി പാക്കറ്റ്സ് ആയിട്ടാണ്, ഫോണോൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഒമേഗ ഫ്രീക്വൻസിയുള്ള വേവ് ആണെങ്കിൽ, ഒമേഗ ഫ്രീക്വൻസിയിലാണ് ഈ വൈബ്രേഷൻ വരുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോണോണിൻ്റെ എനർജി എന്ന് പറയുന്നത് h ഒമേഗ ആയിരിക്കും. ഇതും നമ്മൾ ജനറലി ഇതൊക്കെ നമ്മൾ സാധാരണ ഇപ്പം അസ്യൂം ചെയ്യുന്നൊരു കണ്ടീഷനാണ്. ഒമേഗ ഇസ് ദ ഫ്രീക്വൻസി, ആംഗിൾ ഓഫ് ഫ്രീക്വൻസി, എനർജി ഈസ് ഈക്വൽ ടു h ഒമേഗ. ഓർ ന്യൂ ആണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എനർജി ഈസ് ഈക്വൽ ടു h ന്യൂ നമ്മൾ പറയാറില്ലേ, ദാറ്റ്സ് ഓൾ. അതേപോലെ ഫോട്ടോൺസിൻ്റെ ആംഗുലർ മൊമെൻ്റം ഇൻ്റഗ്രൽ വാല്യൂ ആണ്. അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പർ ഇൻ്റഗ്രൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിൽ പെടും ബോസോൺസ് ആയിട്ട് ആണ് വരുന്നത്. ഫോണോൺസ് ഈസ് അഗെയിൻ കൺസിഡർ ടു ബി ബോസോൺ. ഫോണോൺ ഈസ് എ സോളിഡ് ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ബോസോൺ ഗ്യാസ് വിത്ത് 0 കെമിക്കൽ പൊട്ടൻഷ്യൽ. ഹിയർ ഓൾസോ ഫോണോൺസ്, നമ്മൾ ഇന്നലെ ഫോട്ടോൺസ് പറഞ്ഞ സമയത്ത് അതിന് 0 റെസ്റ്റ് മാസ് ആണ്. റെസ്റ്റ് മാസ് 0 ആയതുകൊണ്ട് അതിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ 0 ആണ്, =0 ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഫോണോൺസിൻ്റെ കണ്ടീഷനിലും അതിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ 0 ആയിട്ടാണ് എടുക്കുന്നത്. കാരണമൊന്നുമില്ല, ഈ ഫോണോൺസ് ഉണ്ടാക്കാനോ ഡിസ്ട്രോയ് ചെയ്യാനോ നമുക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ദർ ഈസ് നോ വർക്ക് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഡിസ്ട്രോയ്, ടു ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയ് എ ഫോണോൺ. ഫോണോണിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ദർ ഈസ് നോ വർക്ക് ദെൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ വിൽ ബി 0. ഓക്കെ, അപ്പോൾ ഇത്രയും അസംഷൻസ് ആണ് പ്രധാനമായിട്ടും ഡിബേ പറയുന്ന ഒരു കാര്യം. 1-2 അസംഷൻസ് ലാസ്റ്റ് വരുന്നുണ്ട്, അതും കൂടി ആയാലാണ് നമ്മുടെ കംപ്ലീറ്റ് ആവുക. പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഡിസ്ക്രീറ്റ്നെസ്, സോളിഡ്സിൻ്റെ ഡിസ്ക്രീറ്റ്നെസ് മാറ്റിയിട്ട് പകരം എന്തായിട്ട് ഒരു കണ്ടിന്യൂസ് ഇലാസ്റ്റിക് മീഡിയം ആയിട്ട് സോളിഡിനെ മാറ്റി. രണ്ടാമത് എല്ലാത്തിൻ്റെയും നോർമൽ മോഡ് ഓഫ് ഫ്രീക്വൻസി ഒമേഗ എന്നുള്ള റെപ്രസെൻറ്റേഷൻ, ജനറൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഒമേഗ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഓരോ ഫോണോണിൻ്റെ. പിന്നെ ഇതിലെ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിൻ്റെ കളക്റ്റീവ് വൈബ്രേഷനാണ് വേവ് പ്രൊപ്പഗേഷന്, സൗണ്ട് വേവിൻ്റെ പ്രൊപ്പഗേഷന് കാരണമാകുമെന്നുള്ള അസംഷൻ കൊണ്ടുവന്നു. പിന്നെ ഇതിൽ എല്ലാം എനർജി പാക്കറ്റ്സ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് എനർജി പാക്കറ്റ്സ് ഓർ ക്വാണ്ട ഓഫ് സൗണ്ട് വേവ്സ് ഈസ് നോൺ ആസ് ഫോണോൺ ആണ്.
and energy corresponding to a phonon is known as h cut omega if omega is the angular frequency. Okay. പിന്നെ ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ സ്പിന്നൊക്കെ ഇൻ്റഗ്രൽസ് വാല്യൂസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ബോസോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഫോണോൺസിന് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ബോസോൺ ഗ്യാസ് വിത്ത് സീറോ കെമിക്കൽ പൊട്ടൻഷ്യൽ. സീറോ കെമിക്കൽ പൊട്ടൻഷ്യലുള്ള ഒരു ബോസോൺ ഗ്യാസ് ആയിരുന്നു. ഈ ഫോണോൺ ഗ്യാസ് എന്ന് തന്നെ പറയാം. ഇങ്ങനെയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ സീറോ ആണ്. ഓക്കെ, ഇത് നമ്മളെടുത്ത അല്ലെങ്കിൽ ഡിബേ പറഞ്ഞ ചില അസംഷൻസ് ആണ്. Now, a plane wave expression is always possible for description of acoustic waves or solids. A solid, ഒരു സോളിഡിലെ അക്വസ്റ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ സൗണ്ട് വേവ്സ് ആണ് അല്ലേ. സോളിഡിലെ വേവിൻ്റെ പ്രൊപ്പഗേഷൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ നമുക്ക് പ്ലെയിൻ വേവ് ഈക്വേഷൻസ് ഉണ്ട്. നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിലൊക്കെ കുറേ പ്ലെയിൻ വേവ് ഈക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ മീഡിയത്തിലൂടെ പോകുന്ന കാര്യങ്ങളും നമ്മളവിടെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലെയിൻ വേവ് എക്സ്പ്രഷൻ പോസിബിൾ ആണ് ഫോർ സൗണ്ട് വേവ്സ്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് പ്ലെയിൻ വേവ്സ് ആണ് ഒരു സോളിഡിൽ പോകാൻ പറ്റുക. സോളിഡ് നോക്കിക്കഴിഞ്ഞാൽ സോളിഡ് 3 ഡയമെൻഷണൽ മെറ്റീരിയലാണ് അല്ലേ. 3 ടൈപ്പ് ഓഫ് വേവ്സ് ആണ് ഇതിൽ പോസിബിൾ ആവുക. വൺ ഈസ് along the direction of propagation and 2 others are along perpendicular to the directions. വേവ് എക്സ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഒരു കമ്പോണൻ്റ് ഉണ്ടായിരിക്കും, വൈയിലുണ്ടാവും, സെഡിലുണ്ടാവും അല്ലേ. അപ്പോൾ പോളറൈസേഷൻസ് എക്സ് ഡയറക്ഷനിൽ പോളറൈസ് ചെയ്യാം, വൈയിലൊരു പോളറൈസേഷൻ സംഭവിക്കാം, സെഡിൽ പോളറൈസ് ചെയ്യാം. അപ്പോൾ ദീസ് പോളറൈസേഷൻസ് ഔട്ട് ഓഫ് ദീസ് 2 എണ്ണം പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടും 1 എണ്ണം പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ്റെ അതേ ഡയറക്ഷനിലും ആയിരിക്കും പോളറൈസേഷൻ ഉണ്ടാവുക. 3 ടൈപ്സ് ഓഫ് പോളറൈസേഷൻസ് ആണ്. വൺ ഈസ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആൻഡ് അതർ 2 ആർ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അല്ല, അപ്പോൾ വേവ് എക്സിലാണ് പോകുന്നതെങ്കിൽ വൈയും സെഡും പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ വൈ ഡയറക്ഷനിലും പോളറൈസേഷൻ സംഭവിക്കാം, സെഡിലും പോളറൈസേഷൻ സംഭവിക്കാം. സോ ദീസ് 2 ആർ 2 perpendicular polarizations or transverse polarization. 2 ട്രാൻസ്വേഴ്സ് പോളറൈസേഷൻ ആണുള്ളത്. അതേപോലെ എക്സ് ഡയറക്ഷനിൽ തന്നെ ദാറ്റ് ഈസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ പോളറൈസേഷൻ സംഭവിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ പോളറൈസേഷൻ. അപ്പോൾ നമുക്ക് 2 ട്രാൻസ്വേഴ്സ് പോളറൈസേഷൻ കമ്പോണൻറ്റും ഉണ്ട്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ പോളറൈസേഷൻ കമ്പോണൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഓഫ് പോളറൈസേഷൻസ് ആണുള്ളത്. പ്ലെയിൻ വേവ്സിൽ 3 ടൈപ്സ് ഓഫ് പോളറൈസേഷൻസ് ആണുള്ളത്. അതിൽ 3 ടൈപ്സ് എന്നല്ല, ആക്ച്വലി 2 ടൈപ്പേ ഉള്ളൂ, പക്ഷേ 3 ആയിട്ട് പറയാം. 2 എണ്ണം ട്രാൻസ്വേഴ്സ് പോളറൈസേഷനും 1 എണ്ണം ലോഞ്ചിറ്റ്യൂഡിനൽ പോളറൈസേഷനും. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ വെലോസിറ്റി, ലെറ്റ് CL ബി ദ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി CL എന്നും CT എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു അല്ല ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള പോളറൈസേഷനുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. CL ഈസ് ദ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ അലോങ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ആൻഡ് CT ഈസ് ദ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ അലോങ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 3 പോളറൈസേഷൻസ്, 2 എണ്ണം പെർപെൻഡിക്കുലറും 1 എണ്ണം പാരലലും. ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റാണ് ട്രാൻസ്വേഴ്സ് കമ്പോണൻ്റ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് പോളറൈസേഷൻ ആ ഡയറക്ഷനിലെ വെലോസിറ്റി CT ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ പാരലൽ കമ്പോണൻ്റാണ് ലോഞ്ചിറ്റ്യൂഡിനൽ polarization and the velocity of propagation is CL. ഓക്കെ, ഇനി നമ്മൾ ഇന്നലെ ഫോട്ടോൺസിൻ്റെ കേസിലൊക്കെ നമ്പർ ഓഫ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ നോർമൽ മോഡ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഒമേഗ ആൻഡ് ഒമേഗ പ്ലസ് ഡി ഒമേഗ. ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത അതേ എക്സ്പ്രഷൻ തന്നെയാണ്. ഫോട്ടോൺസിൻ്റെ കേസിൽ ചെയ്ത അതേ എക്സ്പ്രഷൻ തന്നെയാണ്. ജി ഒമേഗ ഡി ഒമേഗ ഈക്വൽ ടു വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ബൈ 2 പൈ സ്ക്വയർ വി ക്യൂബ്. ഇവിടെ വി ക്യൂബ് എന്നാണ് എഴുതിയിട്ടുള്ളത്, അവിടെ സി ക്യൂബ് എന്നാവും ഉണ്ടാവുക. അവിടെ നമ്മൾ എടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്, ഫോട്ടോണാണ്. ഫോട്ടോണിൻ്റെ വെലോസിറ്റി സി ആയതുകൊണ്ടാണ് സി ക്യൂബ് എന്ന് എഴുതുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു സൗണ്ട് വേവ് ആണ്. സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി ജനറലി വൈബ്രേഷൻ വേവിൻ്റെ വൈബ്രേറ്റ് ചെയ്യുന്ന വേവിൻ്റെ വെലോസിറ്റി വി എന്നുള്ള ജനറൽ എക്സ്പ്രഷനാണ് നമ്മളിവിടെ കൊടുത്തത്. ജി ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ബൈ 2 പൈ സ്ക്വയർ സ്മോൾ വി ക്യൂബ്. ഓക്കെ, ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ വോളിയമാണ്, ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ്, ആൻഡ് സ്മോൾ വി ഈസ് ദി വെലോസിറ്റി ഓഫ് വൈബ്രേഷണൽ മോഡാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു എത്ര മോഡാണുള്ളത്, 2 ട്രാൻസ്വേഴ്സ് മോഡും ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മോഡും അല്ലേ. ട്രാൻസ്വേഴ്സ് മോഡിലെ വെലോസിറ്റി നമ്മൾ എന്താ കാണിച്ചത്, CT ആണ്.
ലോഞ്ചിറ്റ്യൂഡിനൽ മോഡുലർ വെലോസിറ്റി CL ആണ്. അപ്പോൾ നമ്മൾ ഈ വിയുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ വിയുടെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വെലോസിറ്റിയും ഇൻ ടേംസ് ഓഫ് ട്രാൻസ്വേഴ്സ് വെലോസിറ്റി എഴുതണം. അതേപോലെ ഓരോ ഡയറക്ഷനിലും എത്ര കമ്പോണൻ്റ് ഉണ്ട്, നോർമൽ കമ്പോണൻ്റ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് കമ്പോണൻ്റ് എത്രയാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ കമ്പോണൻ്റ് എത്രയാണെന്നനുസരിച്ചിട്ട് ഈ എക്സ്പ്രഷൻ മാറും. ആൻഡ് ദാറ്റ് ഈസ് റിട്ടൺ ആസ് g omega d omega is equal to v omega square by 2 pi square 1 by CL cube plus 2 by CT cube d omega. v omega square by 2 pi square, അതേപോലെ തന്നെ v omega square by 2 pi square കോമൺ ആണ്, d omega കോമൺ ആണ്. ഈ 1 by v ക്യൂബിന് പകരമാണ് നമ്മൾ ഈ മാറ്റി എഴുതിയത്. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ കമ്പോണൻ്റ് ആണുള്ളത്, സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് 1 by CL ക്യൂബ്. അപ്പോൾ രണ്ട് ട്രാൻസ്വേഴ്സ് കമ്പോണൻസ് ഉണ്ട് അല്ലേ, അപ്പോൾ 2 by CT ക്യൂബ്. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. ഓക്കെ, g omega d omega is equal to v omega square by 2 pi square into 1 by CL cube plus 2 by CT cube into d omega. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ ഒന്നും കിട്ടിയല്ലോ. നൗ ഡിബേ അസ്യൂംഡ് ദാറ്റ് നമുക്കിവിടെ ഫ്രീക്വൻസി ഒമേഗയുടെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാമെന്നൊക്കെ പറയാം അല്ലേ. ഐൻസ്റ്റീൻ എടുത്ത എന്താ, എല്ലാ ഒമേഗയും സെയിം ആണെന്ന് പറഞ്ഞു. ഫോട്ടോൺസിൻ്റെ കേസിലാണെങ്കിൽ ഫ്രീക്വൻസി 0 മുതൽ ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്, ഡിബേ കൺസിഡർ ചെയ്ത കാര്യം ഇതാണ്, ഒമേഗയുടെ വാല്യൂക്കിന് ഒരു കട്ട് ഓഫ് റേഞ്ച് ഉണ്ട്, ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ആൻ അപ്പർ ലിമിറ്റ് ഒമേഗ ഡി. ഒമേഗ ഫ്രീക്വൻസി ആസ് ആൻ അപ്പർ ലിമിറ്റ് ഒമേഗ ഡി. ഇതെന്താണ്, ഈ അപ്പർ ലിമിറ്റിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റെസ്ട്രിക്റ്റ് അവർ കണ്ടീഷൻ ദാറ്റ് ഇൻ്റഗ്രൽ 0 to omega d g omega d omega is equal to 3n. That is number of normal modes of vibration ആകുള്ളത് എത്രയാണ്, 3n നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആണല്ലോ, 3n മോഡ്സ് ആണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് 3n എന്ന് പറയുന്ന വാല്യൂ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ആ വാല്യൂ ആയിരിക്കണം നമുക്ക് മാക്സിമം കിട്ടാവുന്നത്. അതിനുവേണ്ടി അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്നുള്ളത് ഇൻഫിനിറ്റിക്ക് പകരം അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ എല്ലാം കോമൺ വാല്യൂ എന്നുള്ളതിന് പകരം 0 മുതൽ വാല്യൂസ് ഓഫ് ഫ്രീക്വൻസീസ് വാരി ചെയ്യാം. പക്ഷേ അതിന് മാക്സിമം ആയിട്ട് ഒമേഗ ഡി എന്ന് പറയുന്ന വാല്യൂ വരുള്ളൂ. ആ ലിമിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് മാക്സിമം വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 0 മുതൽ ഒമേഗ ഡി വരെയുള്ള എല്ലാ നമ്പർ ഓഫ് നോർമൽ മോഡ്സും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3n എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. സോ വി ആർ so Debye assumed that the spectrum is have a cutoff frequency and that is given by omega d such that total number of normal modes of vibration is 3n. Total number of normal modes of vibration 3n ആയിരിക്കണം. So integral 0 to omega d, limit 0 to photons ആണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ബോഡി പറഞ്ഞ സമയത്ത് ഫോട്ടോൺസ് ആണ് നമ്മൾ ചെയ്തത് 0 to ഇൻഫിനിറ്റി ആണ്. പക്ഷെ ഇവിടെ 0 മുതൽ ഒമേഗ ഡി വരെയാണ് ഫ്രീക്വൻസിക്ക് വേരിയേഷൻ വരിക. നേരത്തെ ഐൻസ്റ്റീൻ ട്രീറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒരു ഇൻറ്റഗ്രേഷൻ നമ്മൾ കൺസിഡർ ചെയ്തില്ല. കാരണം എന്താ, അവിടെ എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസി എന്തായിരുന്നു, സെയിം ആയിരുന്നു. അതുകൊണ്ട് 3n ടൈംസ് ഒരേ ടേം നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്തത്, ആഡ് ചെയ്യാണ് ചെയ്തത് അല്ലേ. ഇവിടെ ഇങ്ങനെയല്ല വരുന്നത്, ഇൻറ്റഗ്രേഷനാണ് വരുന്നത് 0 to omega d g omega d omega. അപ്പോൾ ഒമേഗയുടെ വാല്യൂ 0 മുതൽ ഒമേഗ ഡി വരെയുള്ള വാല്യൂസ് പോസിബിൾ ആണ്. അപ്പോൾ 0 ഫ്രീക്വൻസി ഉള്ള ആൾക്കാർ, ഒമേഗയ്ക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ ഫ്രീക്വൻസി ഉള്ള ആൾക്കാർ, അങ്ങനെ എല്ലാ ആൾക്കാരുടെ എണ്ണം നമ്മൾ ആഡ് ചെയ്യാം. സിൻസ് ദിസ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, സമ്മേഷന് പകരം ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്ത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3n ആയിരിക്കണം. ഇങ്ങനൊരു ലിമിറ്റിംഗ് കണ്ടീഷൻ ഡിബേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആൻഡ് ഹിയർ ജി ഒമേഗയ്ക്ക് നമ്മൾ കിട്ടിയ എക്സ്പ്രഷൻ എന്താ, വി ഒമേഗ സ്ക്വയർ ബൈ 2 pi square 1 by CL cube plus 2 by CT cube അല്ലേ. അപ്പോൾ ജി ഒമേഗയ്ക്ക് പകരം നമ്മളത് കൊടുത്തു ഡി ഒമേഗ, ലിമിറ്റ് 0 to omega d, and that must be equal to 3n. ഓക്കെ, ഇനി ഇതിലെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ അല്ലേ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ബാക്കിയുള്ള വി 2 pi square 1 by CL cube 2 by CT cube ഒക്കെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ യു ക്യാൻ ടേക്ക് ദാറ്റ് ഔട്ട്സൈഡ് ദാറ്റ് ഇൻറ്റഗ്രൽ. ഇപ്പോൾ വി ബൈ 2 pi square ഇൻറ്റു 1 by CL cube പ്ലസ് 2 by CT cube കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. പിന്നെ ഒമേഗ സ്ക്വയർ ഡി ഒമേഗയാണ് നമുക്കുള്ളത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. ഒമേഗ സ്ക്വയറിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഒമേഗ ക്യൂബ് ബൈ 3 എന്നുണ്ട്. ഒമേഗ ക്യൂബ് ബൈ 3 വിത്തിൻ ലിമിറ്റ്സ് 0 to omega d. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, വാല്യൂ 3n ആണ്. ഓക്കെ, അപ്പോൾ വി അപ്പർ ലിമിറ്റ് ഒമേഗ ഡി ക്യൂബ്, ലോവർ ലിമിറ്റ് കൊടുത്ത 0, അപ്പോൾ ഒമേഗ ഡി ക്യൂബ് എന്നുള്ള മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ വി ഇൻറ്റു
ഒമേഗ ഡി ക്യൂബ് ഇവിടെ 3 × 3 to 6 ആയി 6 പൈ സ്ക്വയർ 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് ഇസ് ഈക്വൽ ടു 3n. ഓക്കെ, ഫ്രം ദിസ് ഒമേഗ ഡി ക്യൂബ് എന്താ വരിക? ഇവിടെ ഒമേഗ ഡി ക്യൂബ് മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ളവരൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 6 പൈ സ്ക്വയർ മുകളിൽ വരും. 6 പൈ സ്ക്വയർ × 3n, അതായത് 6 × 3 18 പൈ സ്ക്വയർ എന്ന് വന്നു. ഇവിടെയുള്ള വി താഴത്തേക്ക് വന്നു. ഇതും താഴത്തേക്കാണ് വരിക. അപ്പോൾ 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് എന്നുള്ളത് ഡിനോമിനേറ്ററിലാണ് വേണ്ടത്. അപ്പോൾ ഇറ്റ് ഇസ് റിട്ടൺ ആസ് 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് ഓൾ റൈസ് ടു -1. ഓൾ റൈസ് ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 1 ബൈ എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ 18 പൈ സ്ക്വയർ n ബൈ വി ഇൻറ്റു 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് ഓൾ റൈസ് ടു -1 ആണ് എന്ത്? ഒമേഗ ഡി ക്യൂബ്. ഡിബേ ഫ്രീക്വൻസിയുടെ ക്യൂബ്. ഫ്രം ഡിബേ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഞാൻ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, നമുക്കതല്ല ഇതിനാവശ്യം. അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഇത് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഡിബേ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ടേക്ക് ക്യൂബ് റൂട്ട് ഓഫ് ദിസ്. ഓക്കെ, ഇതിൽ നിന്ന് ഈ ഒരു ടേം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം വിചാരിക്കുക. ദാറ്റ് ഇസ് 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത്രയും ടേമിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരും അല്ലേ. അപ്പോൾ 3n × 6 പൈ സ്ക്വയർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18 പൈ സ്ക്വയർ ആയി. n അവിടെ ഉണ്ട്. വി ബൈ ഡി ഒമേഗ ഡി ക്യൂബ് കിട്ടും. ഒമേഗ ഡി ക്യൂബ് അല്ല നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിരിക്കുക, അത് ചെയ്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫർദർ സ്റ്റെപ്പിൽ വേണ്ടി വരുന്നത് ഈ 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 3n × 6 പൈ സ്ക്വയർ, ദാറ്റ് ഇസ് 18 പൈ സ്ക്വയർ n ബൈ വി ഒമേഗ ഡി ക്യൂബ് കിട്ടി. 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബിൻ്റെ വാല്യൂ അല്ലേ. ഈ എക്സ്പ്രഷനെ നമ്മൾ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ ജി ഒമേഗ ഡി ഒമേഗയുടെ, അതായത് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂവിലല്ല, ഈ ജസ്റ്റ് ഈ ഒരു ജി ഒമേഗയുടെ വാല്യൂവിൽ ഇവിടെ നിന്ന് വന്നാലും മതി. ഇക്വേഷൻ നമ്പർ 16 ജി ഒമേഗയുടെ വാല്യൂവിൽ ഇവിടെ 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് ഇല്ലേ, ഇതിന് പകരം നമുക്ക് കിട്ടിയ ഈ 18 പൈ സ്ക്വയർ n ബൈ ഒമേഗ വി ഒമേഗ ഡി ക്യൂബ് എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു വി ഒമേഗ സ്ക്വയർ ബൈ 2 പൈ സ്ക്വയർ, ദാറ്റ് ഇസ് വി ഒമേഗ സ്ക്വയർ ബൈ 2 പൈ സ്ക്വയർ. ഇത് ഇതേപോലെ തന്നെ ഉണ്ട്. 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബിന് പകരം 18 പൈ സ്ക്വയർ n ബൈ വി ഒമേഗ ഡി ക്യൂബ്. ഇവിടെ പൈ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് 2ഉം 18 ക്യാൻസൽ ചെയ്ത് 9 കിട്ടി. വിയും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ് ഇൻറ്റു ഡി ഒമേഗ. 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ് ഇൻറ്റു ഡി ഒമേഗ. ഇതാണ് ജി ഒമേഗ ഡി ഒമേഗ. ജി ഒമേഗ എന്ന് മാത്രം എഴുതി എന്താ പറയുക? 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ് അല്ലേ. ജി ഒമേഗ മാത്രമാണെങ്കിൽ 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ്. ഓക്കെ, ഇപ്പോൾ ജി ഒമേഗ ഇസ് ഈക്വൽ ടു, നമുക്ക് ജി ഒമേഗയുടെ രണ്ട് ഇതാണ് ഡിബേയുടെ കൺസെപ്റ്റ് പ്രകാരം ജി ഒമേഗയ്ക്ക് രണ്ട് വാല്യൂ, നമ്പർ ഓഫ് നോർമൽ മോഡ്സിന് രണ്ട് വാല്യൂ ആണുള്ളത്. 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ് ഫോർ ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഡി. ഒമേഗയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഒമേഗ ഡി ആണെങ്കിൽ ജി ഒമേഗയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ പറഞ്ഞു നമുക്ക് മാക്സിമം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള ആൾക്കാരെ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല. ആയി കഴിഞ്ഞാൽ നമ്മുടെ 3n എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ ലിമിറ്റ് അത് മറികടക്കും അല്ലേ. ആ ലിമിറ്റ് നമുക്കൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എപ്പോഴും. ഇപ്പോൾ ജി ഒമേഗയ്ക്ക് വരാവുന്ന രണ്ട് വാല്യൂ ഒന്ന് 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ് ആണ്, ഒന്ന് 0 ആണ്. ഈ ഫ്രീക്വൻസി നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേവിൻ്റെ ഫ്രീക്വൻസി ഡിബേ ഫ്രീക്വൻസിയേക്കാൾ കുറവോ അല്ലെങ്കിൽ അതിനോട് തുല്യമോ ആണെങ്കിൽ ഈ വാല്യൂ വരും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇറ്റ് വിൽ ഗോസ് ടു 0. അപ്പോൾ ജി ഒമേഗ എന്ന് പറയുന്നതിന് പ്രാക്ടിക്കലി നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒറ്റ വാല്യൂ ഉള്ളൂ 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ് എന്ന് പറയുന്ന ഒറ്റ വാല്യൂ ഉള്ളൂ. നൗ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറയുന്ന എക്സ്പ്രഷൻ എന്താണ്? ബേസിക്കലി നോക്കി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൻ്റെ എനർജി ഇൻറ്റു അവിടെയുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അങ്ങനെ എല്ലാ എനർജി ലെവൽസിനും ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് യു ഇസ് ഈക്വൽ ടു സം ഓവർ എപ്സിലോൺ occupation number of this energy value into our energy level in the energy value. Okay, so sum over epsilon mean value of an epsilon into epsilon. Epsilon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ എനർജിയുടെ വാല്യൂ എത്രയാണ്? ഒമേഗയാണ് ഫ്രീക്വൻസി വെച്ചാൽ എനർജി h കട്ട് ഒമേഗയാണ് ഫോണോൺ എന്നുള്ളത്. n എപ്സിലോണിൻ്റെ വാല്യൂ 1 ബൈ z raised to -1 e raised to beta h കട്ട് ഒമേഗ -1 ആണ് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചത്.
സെഡിൻ്റെ വാല്യൂ കെമിക്കൽ പൊട്ടൻഷ്യൽ 0 ആണ്. സെഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മ്യൂ ബൈ കെ ടി ആണ്. മ്യൂവിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇവിടെ സെഡ് എന്നുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എൻ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 ബൈ ഇ റൈസ് ടു ബീറ്റ എച്ച് കട്ട് ഒമേഗ മൈനസ് 1. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ ഫോണോൺസിനെയും സിൻസ് നമ്പർ ഓഫ് ഫോണോൺസ് ആർ നോട്ട് കൺസിഡർ, നമ്മുടെ എല്ലാ ഫോണോൺസിനെയും കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് എത്ര ഫോണോൺസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ലിമിറ്റ് ഇല്ല. പക്ഷേ എന്തുണ്ട്, ടോട്ടൽ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് 3NA വരാൻ പാടുള്ളൂ എന്ന് അല്ലേ. നമ്പർ ഓഫ് ഫോണോൺസിനൊരു ലിമിറ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ ടോട്ടൽ മോഡ്സ് ഓഫ് വൈബ്രേഷന് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഫോണോൺസിന് ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു ലെവലിൽ എത്ര വേണമെങ്കിലും ആവാം. ബോസോൺസ് ആണ് അല്ലേ, ബോസോൺസിൽ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇൻഫിനിറ്റ് ആൾക്കാരെ വരെ ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞു. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് മീഡിയത്തിന് പകരം കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ സമ്മേഷൻ എന്തായിട്ട് മാറി, ഇൻ്റഗ്രേഷൻ ആയിട്ട് മാറി. പർട്ടിക്കുലർ എനർജി ലെവലിൻ്റെ വാല്യൂ ഈ എച്ച് കട്ട് ഒമേഗ, അവിടെയുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻ എപ്സിലോൺ, നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ജി ഒമേഗ ഡി ഒമേഗ. ദാറ്റ് ഈസ് നമ്മൾ പല സമയത്തും വെയിറ്റ് ഫാക്ടർ എന്നുള്ള രീതിയിലൊക്കെ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യും. വെയിറ്റ് ഫാക്ടർ തന്നെയാണ് ഇവിടെ നമ്പർ ഓഫ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ വരുമ്പോഴേക്കും ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എന്താണ്, 0 to ഇൻഫിനിറ്റി എന്നുള്ളത് നമ്പർ ഓഫ് ഫോണോൺസിൻ്റെ കണ്ടീഷനാണ്. പക്ഷേ ഇവിടെ ഇൻ്റഗ്രേഷൻ എഴുതിയപ്പോഴേക്കും ഒമേഗയുടെ ഫോമിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ എൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഒമേഗയുടെ ഫോമിലേക്ക് മാറ്റുക. അതേപോലെ അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് ഫ്രീക്വൻസിക്ക് നമ്മൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ലിമിറ്റ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ. ഒമേഗ ഡി എന്ന് പറയുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇൻഫിനിറ്റിക്ക് പകരം 0 to ഒമേഗ ഡി എന്നാക്കി മാറ്റുക. എച്ച് കട്ട് ഒമേഗ 1 ബൈ ഇ റേസ് ടു ബീറ്റ എച്ച് കട്ട് ഒമേഗ മൈനസ് 1. ജി ഒമേഗയുടെ വാല്യൂ 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ്, 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ് ഡി ഒമേഗ. ആക്ച്വലി 0 to ഇൻഫിനിറ്റി ആണെന്ന് കഴിഞ്ഞാൽ ഈ ഇത് കഴിഞ്ഞാലുള്ള ലിമിറ്റിലൊക്കെ വാല്യൂ 0 അല്ലേ, കാരണം വെയിറ്റ് ഫാക്ടർ 0 ആണ്. അപ്പോൾ പിന്നെ അഡീഷണൽ ടൈമുകൾ ഒന്നുമില്ല. അപ്പോൾ 0 മുതൽ ഒമേഗ ഡി വരെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ് ഡി ഒമേഗ എന്ന് പറയുന്ന ടേമിൽ നമ്മൾ എഴുതിയത്. ഇതിൽ 9n എച്ച് കട്ടും ഒമേഗ ഡി ക്യൂബും ഇതേ ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ 9n എച്ച് കട്ട് ബൈ ഒമേഗ ഡി ക്യൂബ് നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രേഷനെ പുറത്തേക്ക് എടുത്തു. ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഉണ്ട്, ദാറ്റ് ഈസ് ഒമേഗ ക്യൂബ് ഇ റേസ് ടു ബീറ്റ എച്ച് കട്ട് ഒമേഗ മൈനസ് 1 ഡി ഒമേഗ എന്നുള്ള ഫോമാറ്റിലേക്ക് എനർജിയുടെ എക്സ്പ്രഷൻ മാറ്റി. ക്ലിയർ അല്ലേ. യു ഇസ് ഈക്വൽ ടു 9n എച്ച് കട്ട് ബൈ ഒമേഗ ഡി ക്യൂബ് ഇൻറ്റു ഇൻ്റഗ്രൽ ഒമേഗ ക്യൂബ് ഡിവൈഡ് ബൈ ഇ റേസ് ടു ബീറ്റ എച്ച് കട്ട് ഒമേഗ മൈനസ് 1 ഡി ഒമേഗ. അവിടെ ലിമിറ്റ് ഞാൻ എഴുതിയിട്ടില്ല, 0 to ഒമേഗ ഡി ആണ് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് വരുന്നത് കേട്ടോ. നൗ നമുക്കിതിനെ ഒന്നുകൂടി മാറ്റുകയാണ്. ബീറ്റ എച്ച് കട്ട് ഒമേഗ, അവിടെ ഇ റേസ് ടു എന്ന് പറയുന്ന ടേമിലുള്ള ബീറ്റ എച്ച് കട്ട് ഒമേഗയ്ക്ക് പകരം എക്സ് എന്ന് കൊടുക്കുക. അത് നമ്മൾ നേരത്തെ പല തവണ നമ്മൾ ചെയ്ത എക്സ്പ്രഷൻ. എച്ച് കട്ട് ഒമേഗ ബൈ കെ ടിക്ക് പകരം എക്സ് കൊടുക്കാമെന്നാവും നിലനിർത്താൻ ഉണ്ടാവുക. ഇനി ബീറ്റ എച്ച് കട്ട് ഒമേഗയ്ക്ക് പകരം എക്സ് കൊടുക്കും. ഓക്കെ, ഫ്രം ദിസ് ഒമേഗ ഈസ് ഈക്വൽ ടു എന്താ വരിക, എക്സ് ബൈ ബീറ്റ എച്ച് കട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒമേഗ ക്യൂബിന് പകരം എക്സ് ക്യൂബ് ബൈ ബീറ്റ എച്ച് കട്ട് ഓൾ ക്യൂബ്. അതുപോലെ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു എന്താ വരിക, ഡി ബീറ്റ എച്ച് കട്ട് കോൺസ്റ്റൻ്റ് അല്ലേ, 1 ബൈ ബീറ്റ എച്ച് കട്ട് കോൺസ്റ്റൻ്റ് ആണ്, എക്സിന് പകരം ഡി എക്സ്. അപ്പോൾ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ബീറ്റ എച്ച് കട്ട് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇവിടെ. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്, ഇനി ലിമിറ്റിലൊരു ചേഞ്ച് കൂടി നമുക്കിവിടെ വരുന്നത്. ഇവിടെ ലോവർ ലിമിറ്റ് 0 കൊടുത്തു, ഒമേഗയ്ക്ക് 0 കൊടുത്താൽ എക്സ് എന്തായിട്ടാ 0 കൊടുക്കും. അപ്പോൾ ലോവർ ലിമിറ്റ് എക്സ് ഈക്വൽ ടു 0 തന്നെയാണ് വരുന്നത്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒമേഗയ്ക്ക് ഒമേഗ ഡി കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് കിട്ടുന്ന റിസൾട്ട് എന്താ, ബീറ്റ എച്ച് കട്ട് ഒമേഗ ഡി ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എഴുതുമ്പോൾ 0 to 9n എച്ച് കട്ട് ബൈ ഒമേഗ ഡി ക്യൂബ്, ഇത് ഓൾറെഡി ഓണായിട്ട് പുറത്തുണ്ട്. 9n എച്ച് കട്ട് ബൈ ഒമേഗ ഡി ക്യൂബ് ഓൾറെഡി പുറത്തുണ്ട്. ഇൻ്റഗ്രൽ 0 to ഒമേഗ ഡി ആയിരുന്നു ഇവിടെ ഉള്ളത്. ഞാനിവിടെ എഴുതാൻ പറ്റി പോയിട്ടുണ്ട്, എന്തായാലും നോക്കാം. ഇൻ്റഗ്രൽ 0 to ഒമേഗ ഡി ആണുള്ളത്. പക്ഷേ ഒമേഗ ഡിക്ക് പകരം നമുക്ക് ഇവിടെ ഉള്ള എന്താണ്, ബീറ്റ എച്ച് കട്ട് ഇൻറ്റു ഒമേഗ ഡി. ഓക്കെ, ഒമേഗ ക്യൂബിന് പകരം എക്സ് ക്യൂബ് ബൈ ബീറ്റ എച്ച് കട്ട് ഓൾ ക്യൂബ്, എക്സ് ക്യൂബ് ബൈ ബീറ്റ എച്ച് കട്ട് ഓൾ ക്യൂബാണ്. ഇൻറ്റു ഡി ഒമേഗയ്ക്ക് പകരം ഡി എക്സ് ബൈ ബീറ്റ എച്ച് കട്ട് ഓൾ ഡിവൈഡ് ബൈ ഇ റേസ് ടു ബീറ്റ എച്ച് കട്ട് ഒമേഗയ്ക്ക് പകരം എക്സ് മൈനസ് 1. ഓക്കെ, അപ്പോൾ 9n എച്ച് കട്ട് ബൈ ഒമേഗ ഡി ക്യൂബ് ഓൾറെഡി പുറത്തുണ്ട്.
ഇവിടുന്ന് ബീറ്റ എച്ച് കട്ട് ഓൾ റേസ് ടു 4 പുറത്തേക്ക് എടുക്കാം അല്ലേ. ബീറ്റ ക്യൂബ് ഇൻറ്റു ബീറ്റ റേസ് ടു 4 എച്ച് കട്ട് ക്യൂബ് ഇൻറ്റു എച്ച് കട്ട് റേസ് ടു 4 1 ആണ് അല്ലേ. ഡിനോമിനേറ്ററിലാണ് നമുക്ക് 1 ബീറ്റ എച്ച് കട്ട് ഓൾ റേസ് ടു 4 പുറത്തേക്ക് എടുത്തത്. ഇൻ്റഗ്രൽ 0 ടു തീറ്റ ഡി ബൈ ടി. ഇഷ്ടമൊന്നുമില്ല, ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/kt ആണ്. അപ്പോൾ എച്ച് കട്ട് ഒമേഗ ഡി ബൈ കെ ടി എന്നാണ് ഈ സാധനം വരുന്നത്. എച്ച് കട്ട് ഒമേഗ ഡി ബൈ കെ ടി. അപ്പോൾ എച്ച് കട്ട് ഒമേഗ ഡി ബൈ കെക്ക് പകരം ഇവർ കൊടുത്താണെന്ത് തീറ്റ ഡി. ഓക്കെ, എച്ച് കട്ട് ഒമേഗ ബൈ കെ ഇസ് റീപ്ലേസ് ബൈ തീറ്റ ഡി. അപ്പോൾ തീറ്റ ഡി ബൈ ടി ആണ് ലിമിറ്റായിട്ട് മാറ്റിയത്. എക്സ് ക്യൂബ് ഡി എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1. ഓക്കെ, ഇവിടെ നമുക്ക് ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. 9n എച്ച് കട്ട് ഒമേഗ ഡി. ഇവിടെ ബീറ്റ എച്ച് കട്ട് ഓൾ റേസ് ടു 4 ഉണ്ടല്ലോ. അപ്പോൾ ബീറ്റ എച്ച് കട്ട് ഓൾ ക്യൂബ് ഇൻറ്റു ബീറ്റ എച്ച് കട്ട് എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ബീറ്റ എച്ച് കട്ടിനെ കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് എഴുതണം. ഒമേഗ ഡി ഇൻറ്റു ബീറ്റ എച്ച് കട്ട് ഓൾ ക്യൂബ്. ഓക്കെ, പിന്നൊരു 1 ബീറ്റ എച്ച് കട്ട് ഓൾറെഡി പുറത്തുണ്ട്. ഓൾ റേസ് ടു 4 ആയിരുന്നു. അപ്പോൾ ബീറ്റ എച്ച് കട്ട് ഓൾ ക്യൂബ് ഇൻറ്റു ബീറ്റ എച്ച് കട്ടാണ് ബീറ്റ എച്ച് കട്ട് ഓൾ റേസ് ടു 4. അപ്പോൾ ഒമേഗ ഡി ഇൻറ്റു ബീറ്റ എച്ച് കട്ട് ഓൾ ക്യൂബ് എന്നാക്കി മാറ്റി 1 ബീറ്റ എച്ച് കട്ട് ഉണ്ട്. ഇതിലൊരു എച്ച് കട്ടും 9n എച്ച് കട്ടിൽ ഒരു എച്ച് കട്ട് ക്യാൻസൽ ചെയ്തു. ന്യൂമറേറ്ററിലെ എച്ച് കട്ടും ഡിനോമിനേറ്ററിലെ എച്ച് കട്ടും ക്യാൻസൽ ചെയ്തു. 9n എന്നുള്ളത് വന്നു. ഒമേഗ ഡി ബീറ്റ എച്ച് കട്ട്. ഒമേഗ ഡി ബീറ്റ എച്ച് കട്ടിന് പകരം നമ്മൾ പറഞ്ഞ വാല്യൂ എന്താ? തീറ്റ ഡി ബൈ ടി അല്ലേ. അപ്പോൾ തീറ്റ ഡി ബൈ ടി ഓൾ ക്യൂബ് എന്ന് കിട്ടും. 9n ബൈ തീറ്റ ഡി ബൈ ടി ഓൾ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് ടി ക്യൂബ് ഉള്ളത്, അത് മുകളിലേക്ക് വരും. അതുപോലെ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1/kt ആണ്. അതും ഡിനോമിനേറ്റർ ബീറ്റ എന്ന് പറഞ്ഞാൽ 1/kt എന്നല്ല വരുന്നത്. ആക്ച്വലി ഇവിടെ 1/1/kt എന്നാണ് വരിക. ദാറ്റ് ഈസ് ഇൻറ്റു kt എന്ന് വരും. അപ്പോൾ 9n ബൈ തീറ്റ ഡി ബൈ ടി ഓൾ ക്യൂബ് ഇൻറ്റു kt എന്നാണ് വരിക. അപ്പോൾ ടി ക്യൂബും ടിയും കൂടി ടി റേസ് ടു 4 ആക്കി മാറ്റി. ന്യൂമറേറ്ററിൽ 9n ബൈ തീറ്റ ഡി ക്യൂബ് ഇൻറ്റു k t raised to 4 എന്ന് വരും. So these are the terms outside the integral. Integral 0 to theta d by t x cube e raised to x cube dx by e raised to x minus 1. ഇതാണ് ഇന്റേണൽ എനർജിയുടെ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിബൈയുടെ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്തതും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസാണ് നമ്മൾ ലാസ്റ്റ് എഴുതിയത് കേട്ടോ. അതായത് തീറ്റ ഡിക്ക് പറയുന്ന പേരാണ് ഡിബൈ ടെമ്പറേച്ചർ. ബീറ്റ എച്ച് കട്ട് ഒമേഗ ഇൻറ്റു ടി അല്ലെങ്കിൽ ബീറ്റ എച്ച് കട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ഡി ബൈ ടി. 9n by theta d cube k t raised to 4 integral 0 to theta d by t x cube dx by e raised to x minus 1. So this is the internal energy. Now temperature വളരെ കൂടിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ടീഷൻസ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്താ? എക്സിന് പകരം നമ്മൾ എന്തിനു പകരം എക്സ് എടുത്തത്? ബീറ്റ എച്ച് കട്ട് ഒമേഗ, ദാറ്റ് ഈസ് എച്ച് കട്ട് ഒമേഗ ബൈ കെ ടിക്ക് പകരമാണ് എക്സ് എടുത്തത്. ടി വളരെ കൂടിക്കഴിഞ്ഞാൽ എക്സ് എന്ത് ചെയ്യും? വളരെ കുറവായിരിക്കും അല്ലേ. വെൻ ടി ഈസ് ഫാർ ഫാർ ഗ്രേറ്റർ ദാൻ തീറ്റ ഡി എക്സ് വിൽ ബി ഫാർ ഫാർ ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇ റേസ് ടു എക്സ് എന്നുള്ളത് 1 പ്ലസ് എക്സ് ആയിട്ട് മാറും. പിന്നെ ഒരു -1 ഉണ്ട്. അപ്പോൾ 1 ക്യാൻസൽ ചെയ്യും. അപ്പോൾ എക്സ് ആണ് ഇ റേസ് ടു എക്സ് മൈനസ് 1ൻ്റെ വാല്യൂ. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബും എക്സും ക്യാൻസൽ ചെയ്തു എക്സ് സ്ക്വയർ ആയി അല്ലേ. അപ്പോൾ 9n k t raised to 4 by theta d cube ഉണ്ട്. ഇൻ്റഗ്രൽ 0 to theta d by t ഉണ്ട്. എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 അല്ലേ. എക്സ് ക്യൂബ് ബൈ 3 ആണ് കിട്ടുക. ലിമിറ്റ് കൊടുക്കുക. തീറ്റ ഡി ബൈ ടി ഹോൾ ക്യൂബ് ബൈ 3 ഉണ്ട്. അപ്പോൾ ബൈ 3യും 9ഉം ക്യാൻസൽ ചെയ്തു. 9ഉം 3യും ക്യാൻസൽ ചെയ്താൽ ന്യൂമറേറ്റർ 3 എന്ന് വരും. 3n k t raised to 4 ബൈ തീറ്റ ഡി ക്യൂബ് ഉണ്ട് ഇൻറ്റു തീറ്റ ഡി ബൈ ടി ഹോൾ ക്യൂബ് ഉണ്ട്. അപ്പോൾ തീറ്റ ഡി ക്യൂബും ഇവിടുത്തെ തീറ്റ ഡി ക്യൂബും ക്യാൻസൽ ചെയ്തു. ടി ക്യൂബും ടി റേസ് ടു 4ഉം ക്യാൻസൽ ചെയ്ത ന്യൂമറേറ്റർ ടി മാത്രം വരും. സോ യു ഇസ് ഈക്വൽ ടു 3n k t. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ബി ഇസ് ഈക്വൽ ടു യു ബൈ ഡോട്ട് ഈക്വൽ ടു 3n k. ദാറ്റ് ഈസ് ക്ലാസിക്കൽ കണ്ടീഷൻ. അപ്പോൾ ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞാൽ
നമ്മളെല്ലാ ഇതുവരെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നോക്കിയാൽ ഇപ്പോൾ ഫോട്ടോൺ ആയിക്കോട്ടെ, ഫോണോൺ ആയിക്കോട്ടെ, ബോസ് സിസ്റ്റത്തിൽ ഏത് പാർട്ടിക്കിൾ ആയിക്കോട്ടെ, ടെമ്പറേച്ചർ വളരെ കൂടി കഴിഞ്ഞാൽ അത് അതിൻ്റെ ക്ലാസിക്കൽ നേച്ചറിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ 3NKT ആണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 3NK ആണ്, അല്ലെങ്കിൽ 3R ആണ്. ആ റിലേഷനിലേക്ക് ഇതൊക്കെ മാറുന്നുണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഇത് ടെമ്പറേച്ചർ വളരെ കൂടിയ കണ്ടീഷൻ. ടെമ്പറേച്ചർ നേരത്തെ പോലെ തന്നെ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞു. തീറ്റ ഡി ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ ടി. ഓക്കെ, അപ്പോൾ ടിയുടെ വാല്യൂ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ വളരെ കൂടും. എക്സ് ഇസ് ഈക്വൽ ടു h കട്ട് ഒമേഗ ബൈ KT ആണ്. അപ്പോൾ ടി വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്, 1നേക്കാളും വളരെ കൂടുതലായിട്ടുള്ളൊരു വാല്യൂ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ തീറ്റ ഡി ബൈ ടി ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ടി ടെൻഡിങ് ടു 0, അങ്ങനെ ടിയുടെ വാല്യൂ വളരെ കുറവായിട്ട് മാറുകയാണെങ്കിൽ തീറ്റ ഡി ബൈ ടിയുടെ വാല്യൂ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റിയിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് എന്തായിട്ട് മാറാം? 9NKT raised to 4 by theta d cube ഓൾറെഡി ഇൻറ്റഗ്രേഷനിൽ പുറത്തുണ്ട്. യൂണിറ്റ് എക്സ്പ്രഷൻ ഒക്കെ 22 എന്ന് പറയുന്ന ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 9NKT raised to 4 by theta d cube ഓൾറെഡി പുറത്തുണ്ട്. ഇൻ്റഗ്രൽ 0 to തീറ്റ ഡി ബൈയുടെ ടിയുടെ വാല്യൂ ടി ടെൻഡിങ്സ് ടു 0 ആയി കഴിഞ്ഞാൽ തീറ്റ ഡി ബൈ ടി ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ലിമിറ്റ് എന്തായി മാറും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ക്യൂബ് ഡി എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ആയിട്ട് മാറും അല്ലേ? ഈ റിസൾട്ട് നമ്മൾ പലതവണ കണ്ടതാണ്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു ന്യൂ ഡി എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 is equal to ഗാമ ന്യൂ ഇൻറ്റു ജി ന്യൂ ഓഫ് സെഡ്. ഇവിടെ സെറ്റിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ സീറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ തവണ യൂസ് ചെയ്തൊരു റിസൾട്ടാണത്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ക്യൂബ് ഡി എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 is equal to പൈ റേസ് ടു 4 by 15. ഇത് ഇന്നലെ 2 തവണ യൂസ് ചെയ്ത ഒരു റിസൾട്ടാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും അത് തന്നെ ഉപയോഗിക്കേണ്ടി വരികയാണ്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ക്യൂബ് ഡി എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 is equal to പൈ റേസ് ടു 4 by 15. ഓക്കെ, ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 9NKT raised to 4 by theta d cube into pi raised to 4 by 15. ഓക്കെ, അപ്പോൾ 9ഉം 15ഉം രണ്ടും 3 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3/5 എന്ന് എഴുതാം. 3/5 NK pi raised to 4 t raised to 4 by theta d cube. So this is the expression for internal energy. 3/5 NK pi raised to 4 t raised to 4 by theta d cube is the expression for internal energy. Specific heat capacity CV is equal to dou U by dou T. So 3/5 NK pi raised to 4 by theta d cube constant. T raised to 4 derivative 4 T cube. Right. So this is equal to 3 into 4 12 NK pi raised to 4 T cube by 5 theta d cube. 12 NK pi raised to 4 T cube by 5 theta d cube. That is specific heat capacity ഇതിനോട് പ്രൊപ്പോർഷനായി ടി ക്യൂബിനോട് പ്രൊപ്പോർഷനായി. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എടുത്തതിലുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സെയിം ഫ്രീക്വൻസി ആയിട്ടാണ് ഐൻസ്റ്റീൻ എടുത്തത്. പക്ഷെ നമ്മൾ ഡിബേ വന്ന സമയത്ത് ഇതിനൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി വെച്ചു, അതിൻ്റെ ഒരു എക്സ്പ്രഷൻ അത് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ നമ്പർ ഓഫ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷന് ഒരു ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് കിട്ടി. ആ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ CV is proportional to T cube എന്നുള്ള റിലേഷൻ കിട്ടി. സോ ഇവിടുത്തെ ഗ്രാഫ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ക്ലാസിക്കൽ ലിമിറ്റ് ഇതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നതോറും ഈ പറഞ്ഞ പോലെ എക്സ്പൊണൻഷ്യൽ വേരിയേഷൻ തന്നെയാണ് ആദ്യമൊക്കെ ഉണ്ടാവുക. അങ്ങനെ വളരെ ഇതായി കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും താഴത്തേക്ക് പോലെ ചെയ്യുന്നത്. പിന്നെ അപ്പോഴേക്കും ഡിപ്പെൻഡൻസ് ഇതിനോടായി ടി ക്യൂബിനോട് പ്രൊപ്പോർഷനായിട്ട് മാറണം. പിന്നെ ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഇൻക്രീസ്. ഓക്കെ, ഇതാണ് ഈ കർവിൽ വരുന്ന കണ്ടീഷൻ. ഇവിടെ വരുന്ന വ്യത്യാസം ഇതായിരുന്നു. ഇവിടെ ജസ്റ്റ് ആ e⁻⁻x ഡിപ്പെൻഡൻസ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ T 0 ആയിട്ട് മാറുമ്പോൾ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 0 ആയിട്ട് മാറായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ലോവർ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴേക്കും ഈ ബ്ലാക്കിലുള്ള കണ്ടിന്യൂസ് ലൈൻ വന്നു. ഇവിടെ ആക്ച്വലി ഇത് ലൈന് ഇവിടെ ടച്ച് ചെയ്യുന്ന രീതിയിലല്ല കാണിക്കേണ്ടത്. ഇതുവരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദെൻ സ്റ്റാർട്ട്സ് ടു ഇൻക്രീസ് ഇൻ ടു ടി ക്യൂബ്. ഓക്കെ, സോ ഇതാണ് ഡിബേ മോഡലിലുള്ള വേരിയേഷൻ. അതേപോലെ ഐൻസ്റ്റീൻ മോഡലിൽ നമ്മളൊരു ഇക്വേഷൻ എഴുതിയിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 3NK ഓഫ് E of x അല്ലേ. ഇവിടെ E of x എന്ന് പറഞ്ഞാൽ
ഐൻസ്റ്റീൻ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ എഴുതിയിരുന്നു. അതേപോലെ തന്നെ ഡിബേയുടെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതാം. പക്ഷെ ആ എക്സ്പ്രഷൻ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ടുള്ളത് ഈ മെത്തേഡ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. പക്ഷെ ആ മെത്തേഡിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? സി വി ഓഫ് ടി സികൾ 3nk ഇൻറ്റു ഡി ഓഫ് എക്സ് 0 എന്നാണ്. മറ്റേ സി വി ഈക്വൾ ടു 3nk ഇൻറ്റു ഇ ഓഫ് എക്സ് ആണ്. ആ ഇ ഓഫ് എക്സിനുള്ള എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇവിടെ ആ ഇ ഓഫ് എക്സ് നമ്മൾ വിളിച്ച പേരാണ് ഐൻസ്റ്റീൻസ് ഫംഗ്ഷൻ. ഇവിടെ ഇ ഓഫ് എക്സിന് പകരം ഡി ഓഫ് എക്സ് 0 ആണെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഡിബേ ഫംഗ്ഷൻ എന്നാണ്. ആ ഡിബേ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ ഇതാണ്: 3/x0³ integral 0 to x0 x raised to 4 e raised to x dx by e raised to x minus 1 whole square എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഡിബേ ഫംഗ്ഷൻ.